അലക്കി കഴിഞ്ഞു വെറുവർക്കല്ല അലക്കി കഴിഞ്ഞു. കുറച്ച് ഇല്ലി വറക്കേന്ന്. ഇന്ന് മീനൊന്നുമില്ലേ? ഇത് അടുപ്പിൽ വെച്ചാ വേഗം കത്തും. മീനുണ്ടായി, അത് നല്ലോണം ചീഞ്ഞു പോയി. ഞാൻ വാങ്ങിട്ട കുറച്ച് ചെറുപയർ വാങ്ങി. ഇതാ മത്തനായിട്ട് പറിച്ചിട്ട് തോരനായിക്കോ. ആ ചീഞ്ഞ മീൻ മണിക്കാത്ത ഏതായാലും നന്നായി. നിങ്ങൾ ബക്കറ്റ് എടുത്തിട്ട് നടന്നോ, ഞാൻ തരാ. എന്നാ പിന്നെ വേഗം പാ. ആ ബക്കറ്റ് ഇവിടെ കൊണ്ട് വെച്ചു. എന്നാ അതിൽ ആറിയിട്ടൂടെ? ആറിയിടുകയും ചെയ്യില്ല. നേരം വരും. മോളെ ആറിയിടേന്ന് കുറച്ച് മീൻ ഇതാ. ആറിയിടേന്ന് 2 എണ്ണം അലക്കാനുണ്ടായി വെച്ചാ. ഇതാ കുറച്ച് മീൻ. മീൻ കിട്ടീന. നാരാട്ടം പോയി എന്നിട്ട് ചീഞ്ഞതാന്ന് പറഞ്ഞിട്ട് വാങ്ങിട്ടല്ല. എനിക്ക് ചെറുപയർ വാങ്ങിട്ടാ വന്നിന്. മത്തനേല ഇട്ടിട്ട് ആക്ക പറഞ്ഞിട്ട്. ഇനി ഏതായാലും മീൻ വെക്കല്ലേ. ഇത് ചീഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ, നല്ല മീൻ തന്നെയല്ല. ഫിലോപ്പി മീനാണ് മോളെ, പൊരിച്ചാൽ നല്ല രസം ഉണ്ടാവും. പൊരിച്ച അച്ഛൻ കൂട്ടി വെച്ചാ. ഫിലോപ്പി മീൻ പൊരിച്ചാലേ ടേസ്റ്റും ഉണ്ടാവുള്ളൂ. എന്നാ അച്ഛന് 2 എണ്ണം എടുത്ത് കറിയാക്കി തരാം. അച്ഛൻ എന്നാ കണ്ണിന് കണ്ണിനെന്നാന്ന് ചമറി വരുന്നത്. കണ്ണൊരു ഇടുങ്ങി കണക്കനാ. കണ്ണുവേദന ഉണ്ടാ? കണ്ണുവേദനൊന്നുമില്ല. ഇതിലേക്കൂടെല്ലാം അത് തന്നാലെ വീങ്ങുന്നാണ്. പോകാനായിന്നോണ്ട് അങ്ങനെ പറയല്ല. നാട് കിടക്കാനായി. ഗുളിക വാങ്ങിച്ചാ നാരാട്ട കൊണ്ടുവന്നു എന്റെ തന്നെ നിങ്ങടെ ഇരിക്കും. ഞാൻ വേഗം തരാം. അതന്നെ ഞാൻ ചോദിക്കാൻ വേണ്ടി വന്നാണ്. നേരത്തെ വരുമ്പോ കൊണ്ടുവന്നു. നെലി വന്നിട്ടാന്ന് തോന്നല്ലേ? ചെക്കനാടെ പോയിന്. ഇപ്പൊ ഇങ്ങോട്ട് വന്നിനല്ല. എന്റെ ചെറുപയർ വാങ്ങി തന്നിട്ട് ഇപ്പൊ ഇവിടെ ഉണ്ടായി. അങ്ങോട്ടേ പോയി. നോക്കറാ ഗുളിക. നോക്കാനല്ല ഇതന്നെ ദിവസം മണിക്കുന്ന തന്നെയാ. ഇപ്പൊ ഇത് മാറ്റി തന്നാണ്. അതല്ലേ? അവിടെ ബലയങ്ങോട്ടേക്ക് പോയിട്ട് ഡോക്ടറെടുക്കാൻ പോയിട്ട് നോക്കിട്ട് അതന്നെ ഈ പ്രഷറിന്റെ ഗുളിക. ഇത് അരമുറിയാ തിന്നോണ്ട് പറഞ്ഞ. പ്രഷർ കുറവാണ്, അധികം കുറവെന്നോ പറഞ്ഞു. ഇത് ആ ഗുളിക മാറ്റിന്. മാറ്റിന്നല്ല, അതന്നെ ഒരു പരിധിയില്ലാത്ത ഗുളിക മാറ്റിന്. കൊടുന്നല്ല ഇത്. അമ്മ എന്നാണ് എടുക്കുന്നേ? അമ്മച്ചി അവിടെ കന്നു. ഇത്ര നേരത്തെയാ? അമ്മച്ചിക്ക് എപ്പം കത്താനെ തലപിച്ച് കൊടുക്കുന്നു അറിയാം. സൂര്യങ്ങനെ അടിയിരിക്കും. അമ്മക്ക് മുൻപത്തെ പോലെ കഴിയുന്നില്ല. കഴിയുന്നുണ്ടെങ്കിൽ അമ്മ കിടക്കൂല. പണി അടിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന കിടക്കൂല. തലപിച്ചലാണ്. എന്നെ വെറുതെ ആ ഗുളിക എത്ര മാറ്റി തിന്നല്ല അവസ്ഥ തോന്നണം. രാവിലെ കൊടുക്കാൻ ഞാൻ ചായ കുടിച്ചിട്ട് അമ്മ പ്രസന്നം കൊടുക്കും. എന്നിട്ട് എന്ത് കാര്യം? പ്രസറൊന്നല്ല, തല കറക്കമില്ല. എനിക്ക് ഏണി പോകാനല്ല. പിന്നെ ഞാൻ അങ്ങോട്ട് പോകാൻ മോളെ. അമ്മ ഒറ്റക്കായില്ലോ. എന്തു അടിയുണ്ട് മോളെ? വയസ്സായാലും എല്ലാരും അവസ്ഥ ഇങ്ങനെ തന്നെ. ഇവർക്ക് അച്ഛനും അമ്മേനെയും നോക്കാൻ 4 മക്കളുണ്ട്. ഇവര് 4 ആളുണ്ടാവുകൊണ്ട് ഇവര് വൃത്തി അച്ഛനും അമ്മേനെയും നോക്കുന്നുണ്ട്. അപ്പൊ പറയുന്നു എനിക്ക് മക്കളില്ലേ അതേ ചോദിക്കോ? ഉണ്ട്, പക്ഷെ ഇവരെല്ലാം നോക്കണമെന്നുണ്ടാ? ഇപ്പോഴത്തെ മൊബൈലിൽ നോക്കിട്ടിരിക്കുന്ന പിള്ളേരുണ്ട്. ഇങ്ങനെ നോക്കല് അച്ഛനും അമ്മേനെയും നോക്കുക. അച്ഛന്റെ അമ്മേന്റെയും ഭാഗ്യാണ്. 2 ആമക്കളും ഉണ്ട്, 2 പെൺമക്കളും ഉണ്ട്. എന്തെല്ലോ പറഞ്ഞിട്ട് ഇപ്പൊ സമയം കിട്ടും. വേഗം മീൻകറി ആക്കിട്ട് അടിച്ചു വരാനുണ്ട്. ഈ കാറ്റിന് എത്ര ചപ്പ് വീണിട്ടില്ല നോക്കിയാ. അതാണ് ഏറ്റവും വിഷമം അടിക്കുന്നത്. ഹലോ, മീൻകറി ഇപ്പാറ്റാവുവാ? മീനെല്ലാം മുറിച്ചാക്കിയില്ലേ? അപ്പൊ അല്ലാതെ മീനെല്ലാം മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ മീൻകറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ തീ പറ്റിക്കുന്നുണ്ട്. തീയെല്ലാം കത്തട്ടല്ലേ? അതല്ല, നീ റബ്ബറിന്റെ ഉള്ളിയാർന്ന് എടുത്തിട്ട് വന്നു.
അത് കത്തും ചെയ്യില്ല. അത് കത്തിയിട്ട് അയ്യോ അത് പാവണ പിന്നെ എന്തെയാ അതിന്റെ കുളിപ്പുണ്ടാവും അല്ലേ? കുഴപ്പില്ലേ? അത് ഇതിന്റെ മുകളിൽ നേരത്തെ നാളെ മറ്റന്നാളോ അതല്ലേ? ആ ചൂടിന് വെച്ച മറ്റൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. ആ ചൂടിന് വെച്ചാ മതി അടുപ്പിന്റെ തണമലി. മുമ്പിലങ്ങനെല്ലാം വെക്കല്. മുമ്പെല്ലാം ഗ്യാസ് ഉണ്ടായിട്ടാകും പാചകം ചെയ്യല്. അമ്മേനെ എത്ര രാവിലെ എണീച്ചത് ആക്കുന്നത് ഞാൻ മോസ്കോ പോകുന്ന സമയത്തല്ല. അമ്മേനെ 4 മണിക്കാണ് എണീക്കുന്നത്. 4 മണിക്ക് അമ്മ എണീക്കണ്ട്. വെള്ളയിക്കാൻ പഠിച്ച വെള്ളയിക്കാൻ പോകും അച്ഛനിപ്പോ ടോർച്ചിലെടുത്തിട്ട് 2:30 ആയിട്ട്. വന്ന് ഒരു 6 മണിയാകുമ്പോ എത്തും തിരിച്ചെത്തി. എന്നിട്ട് അരച്ചു വെച്ചിട്ടുണ്ടോ തലേന്നെ ദോശയാക്കും ചായയാക്കും. എന്നിട്ട് നമുക്ക് വരും. ഇതെല്ലാം എല്ലാം അമ്മ ഓർമ്മ ആയിട്ടേ തുടങ്ങാനായിട്ടേ. അച്ഛൻ എന്നാ പറഞ്ഞു എങ്ങനെ ആക്കണെന്നാ പറഞ്ഞു? നീ അച്ഛൻ പറഞ്ഞു പൊരിച്ചോന്നാ പറഞ്ഞിന്. ഞാൻ പറഞ്ഞ അച്ഛൻ ഞാൻ 2 ആക്കി തരാന്ന് പറഞ്ഞു. ഏതായാലും മൊത്തം കറി വെക്കാനാണ്. മൊത്തം കറിയാക്കിക്കോ. എന്നാ പിന്നെ അച്ഛൻ നമുക്കും കൂട്ടുകയും ചെയ്യാം അല്ലേ? അപ്പോൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം എന്നാ ഇതെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കണം. വെളുത്തുള്ളി ഇഞ്ചി ആണെങ്കിലും. അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ അല്ലേ? അപ്പൊ വെളിച്ചെണ്ണ ചൂടായി അല്ലേ? ഇതിലേക്ക് ഒരു നുള്ള് ഉരുവ അല്ലേ? അപ്പൊ നമ്മുടെ ഉലുവ മൂത്ത് വരുമ്പം ഇതിലേക്ക് നമ്മുടെ ഒരു 4-5 ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം, അതുപോലെ തന്നെ ഒരു 4 കറിവേപ്പില, ഒരു 2-3 വെളുത്തുള്ളി അല്ലേ? അതുകൊണ്ട് ഇട്ട് കൊടുക്കും അല്ലേ? വിളിച്ചല്ലേ? അത് മൂപ്പിച്ചെടുക്കാം അല്ലേ? അപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടിക്ക് ഒരു രഹസ്യമുണ്ട്, അത് ഞാൻ തന്നെ ചൂടാക്കിയിട്ട് പൊടിച്ചാണ്. മുളക് പൊടി മുളക് പൊടി 1 സ്പൂൺ കാശ്മീരി വേണ്ടല്ലേ? മതിയാ? ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. മൂപ്പിച്ചെടുക്കണം അല്ലേ? അപ്പം നമ്മുടെ പൊടികളെല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനെ എടുത്ത് വെച്ചൊന്ന് തനിയാണ് അല്ലേ? ഇത് നല്ല വൃത്തി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് തന്നിട്ടുണ്ട്, അരച്ചെടുക്കാം അല്ലേ? അങ്ങനെ നമ്മുടെ അരപ്പിട തയ്യാറാക്കി കൊണ്ടുവച്ചിട്ടുണ്ടേ. അപ്പോൾ ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കാം. അല്ലാതെ ഊതി അടുപ്പ് കത്തിക്കുന്നുണ്ട്. എന്നാ പിന്നെ ചട്ടി വെച്ച് കൊടുക്കേ. ഉള്ളിയാ? അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ആദ്യം വെളിച്ചെണ്ണ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ടേ. അടുത്തത് കുറച്ച് ചെറിയ ഉള്ളിയേ. അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. പൊരിയൊക്കെ കിട്ടുന്നില്ലേ? വലിയ സ്പൂൺ എടുത്തിട്ടല്ലേ? ബാക്കി വെള്ളം ഒഴിച്ച് കലക്കി വെച്ചു. അരപ്പിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇന്നലെ ഞാനാ കറി വെച്ചിനി. ഇവർക്ക് ചെറിയ പനി ഉണ്ടായിനി. ഇപ്പം പനിയെല്ലാം പോയി കേട്ടാ. ചെറിയ ജലദോഷ പനി ഉണ്ടായതാണ് അല്ലേ? അപ്പോൾ നമ്മുടെ അരപ്പ് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ പിലോപ്പിയാന്ന് പറയും അല്ലേ? ഇങ്ങനെ എടുത്ത് ചാടേന്ന് നല്ല മുക്കിക്കൂട്ടി. മീനെല്ലാം ബരഞ്ഞു വെച്ചാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പിലോപ്പി മീൻകറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില
ഇട്ട് കൊടുക്കുക. ഓക്കെ, അടുപ്പം തന്നെ ഒന്ന് നിൽക്കട്ടെ അല്ലേ. അപ്പോൾ ഇന്നത്തെ അത്താഴം ലതയുടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറി ഒരു കഷ്ണം, കുറച്ച് അതിൻ്റെ ചാറും. മതി 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 മതി. വണ്ടൊക്കെ വറവുണ്ട് കേട്ടോ, മതി. അപ്പോൾ ആദ്യൻ്റെ ചാറ്, കുറച്ച് ചാറ് എടുക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. ചൂട് 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 ചാറ് നമ്മുടെ ചോറിലൊന്ന് കുഴച്ചിട്ട് നോക്കട്ടെ. കറി നല്ലതാണ്, നല്ല ചൂട്. ഇത് പൊരിക്കാനാണ് നല്ലത് കേട്ടോ. പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇത് ചെറിയ പിലോപ്പിയാണ്, കുറച്ചും കൂടെ മൂത്ത പിലോപ്പി ആയിരിക്കണം. മീനല്ല, മൂത്ത മീനാണല്ലത്. മീൻ നല്ലോണം ബന്ധി കേട്ടോ. ഇതാ ഭയങ്കര ചൂട്. എന്നാ പിന്നെ ഇത് ആസ്വദിച്ച് കഴിക്കട്ടോ. ഓക്കെ.